ഫസ്റ്റ് നമുക്ക് മെഡിറ്റേഷൻ അല്ലേ? ഇന്ന് നമുക്ക് എത്ര ബ്രീത്ത് എടുക്കാൻ പറ്റും? എനിക്ക് പറയണം 10 ബ്രീത്ത് എടുക്കാൻ പറ്റുമോ? എല്ലാരും റെഡിയാണോ? 10 എടുക്കാൻ റെഡി ആണോ? 10 ബ്രീത്ത് എടുക്കാം നമുക്ക്. എടുക്കാമല്ലോ? റെഡി ആണല്ലോ? എടുക്കാം. ഡെയിലി ചെയ്യാറുണ്ടോ? ഞാൻ ഡെയിലി ചെയ്യാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ 10 ബ്രീത്ത് എടുക്കും. ബ്രീത്തിൻ നമ്മള് ഫുള്ള് ബ്രീത്തിൻ എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് അത് മന്ത്രമായിട്ട് പുറത്തു വരും. ഹരേ കൃഷ്ണ മഹാമന്ത്രമായിട്ട് പുറത്തു വരും. ബ്രഹ്മാവ് എത്രയോ വർഷം ഇതേപോലെ തപസ് ചെയ്തിട്ട് അർജുനന്റെ ഓരോ രോമകൂപങ്ങളിലും ഒരു ദിവസം അർജുനനും കൂട്ടരും എല്ലാവരും വനത്തിലായിരിക്കുമ്പോൾ നാരദ മഹർഷി ഭഗവാനെ കാണാൻ ഗോലോക വൃന്ദാവനത്തിൽ എത്തുന്നുണ്ടായിരുന്നു. അവിടെ 16,108 ഭാര്യമാരുടെ വീട്ടിലും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി ചെല്ലുമ്പോൾ അവിടെ എങ്ങും ഭഗവാൻ ഇല്ല. അവര് പറഞ്ഞു, ഞങ്ങൾക്കും അദ്ദേഹത്തെ കിട്ടാനില്ല, അദ്ദേഹം കാട്ടില് കാണും. ആരുടെ കൂടെ കാണും? അർജുനനോടൊപ്പം കാണും എന്ന് പറഞ്ഞു. നമുക്ക് ഇത്രയും പേര്, ഇത്രയും സുന്ദരിമാരായ ഇത്രയും ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ആരാണോ വിളിക്കുന്നത് അവരുടെ അടുത്ത് പോയി. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ വൈകുണ്ഠത്തിൽ കാണില്ല. താരമാതിരി ആ ശ്ലോകം എടുത്തു വെച്ചിരിക്കണം. ഞാൻ വൈകുണ്ഠത്തിൽ കാണില്ല, ഞാൻ യോഗിമാരുടെ അടുത്ത് കാണില്ല, ഞാൻ മുനിമാരുടെ അടുത്തും കാണില്ല. പക്ഷേ ആരാണോ എന്നെ ഭക്തിയോടെ സ്നേഹത്തോടെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ അവരുടെ ഒപ്പമായിരിക്കും ഞാൻ ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ ഭഗവാൻ നാരദ മഹർഷി ഭഗവാനെ അന്വേഷിച്ചിട്ട് വനത്തിൽ പോകും. വനത്തിൽ പോയിട്ട് അർജുനനും കൂട്ടരും പാണ്ഡവര് അവിടെ ഉണ്ട്. നോക്കുമ്പോൾ ഭഗവാന്റെ മടിയില് അർജുനൻ കിടന്നുറങ്ങുന്നു. നാരദ മഹർഷിക്ക് അതിശയവും വിഷമവും അർജുനനോട് ചെറിയൊരു ദേഷ്യവും വന്നു. കാര്യം ഭഗവാൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷൻ, നമ്മുടെ സൃഷ്ടികർത്താവ് സാക്ഷാൽ ഭഗവാനാണ്. അത് നാരദ മഹർഷിക്കറിയാം. അങ്ങനെയുള്ള ശ്രേഷ്ഠനായ വ്യക്തിയുടെ മടിയിൽ യാതൊരു മര്യാദയുമില്ലാതെ അർജുനൻ തലവെച്ച് കിടക്കാൻ എങ്ങനെ അർജുനന് തോന്നി എന്നാണ് നാരദ മഹർഷി. അപ്പം നാരദ മഹർഷി അത് ചോദിക്കുവാനായിട്ട് അർജുനനെ തട്ടി ഉണർത്തുവാൻ നാരദ മഹർഷി വരുമ്പോൾ ഭഗവാൻ മിണ്ടരുതെന്ന് പറഞ്ഞു. അർജുനൻ കിടന്നുറങ്ങുകയാണ്, ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഇത്ര കൂടി പറഞ്ഞു. നാരദ മഹർഷി എന്താണ് വിചാരിച്ചതെന്നുള്ളതും ഭഗവാന് മനസ്സിലായി. എന്നിട്ട് ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു, മിണ്ടാതെ അർജുനനെ ഉണർത്താതെ പതുക്കെ ചെവിയെടുത്ത് അർജുനന്റെ ശരീരത്തോട്ട് വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അർജുനന്റെ ശരീരത്ത് രോമകൂപങ്ങളിലോട്ട് നാരദ മഹർഷി ചെവി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരേ ഒരു മന്ത്രമാണ് കേൾക്കുന്നത്. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ. ഭഗവാനെ ശരണാഗതി പ്രാപിച്ചിരിക്കുകയായിരുന്നു അർജുനൻ. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ
മാം ഏക ശരണം വ്രജഃ. എല്ലാ ധർമ്മങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജഃ. എങ്കിൽ എന്ത് കിട്ടും? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അഹം ത്വാം, നിന്റെ സർവപാപേഭ്യോ, എല്ലാ പാപങ്ങളും ഞാൻ എടുത്തു കളയാം. നിന്റെ എല്ലാ പാപങ്ങളും എടുത്ത് ഞാന് നിന്നെ മോക്ഷം തരാം. നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണിച്ചു കഴിഞ്ഞാല് അച്ഛനും അമ്മയും കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്തായിരിക്കും ആദ്യം പറയുന്നത്? എനിക്കറിയാം, പറഞ്ഞു. എന്തെങ്കിലും നോട്ടി തിങ്സ് ചെയ്തിട്ട് അച്ഛനും അമ്മയും കണ്ടുപിടിച്ചു, എന്തായിരിക്കും? അപ്പൊ അച്ഛനും അമ്മയും പറയും എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കും. ചിലപ്പോ പറയും മിണ്ടത്തില്ലാതെ, അല്ലെങ്കിൽ അടി കൊടുക്കും, അല്ലെങ്കിൽ പിച്ചു കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മള് കരയും. അല്ലാതെ എന്ത് ചെയ്യും? രാശി എന്ത് ചെയ്യും? നമ്മള് ചെയ്യും, ഇങ്ങനെ ചെയ്യും. ജസ്റ്റ് ഒരു ചെണ്ടി നോക്കാൻ പോയതാണ്. രാശി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മിണ്ടാതെ സങ്കടത്തോടെ ഇരിക്കും. ഓക്കെ, ഒന്നോട് അടുത്തോട്ട് വന്നാട്ടെ. അപ്പം പിന്നെന്ത് ചെയ്യും? കാർത്തിക എന്ത് ചെയ്യും? നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരു നോട്ടി തിങ്സ്, സില്ലി കേസാണ്. അച്ഛനും അമ്മയും കണ്ടുപിടിച്ചു, എന്ത് ചെയ്യും? അച്ഛനും അമ്മയും വഴക്ക് പറയും. നമ്മൾ എന്ത് ചെയ്യും? സോറി പറയും. സോറി പറയുമ്പോള് ആദ്യത്തെ വീഡിയോയിൽ വന്നോ? സോറി പറയുമ്പോള് അച്ഛനും അമ്മയും ക്ഷമിക്കും, ഇനി മേലെ ആവർത്തിക്കരുത് എന്ന് പറയും, ഇല്ലേ? പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ അതുപോലെ ഭഗവാൻ പറയുന്നുണ്ട്, നീ എല്ലാ ധർമ്മങ്ങളും എല്ലാം വിട്ടറെ. നീ ഒരുപാട് കാര്യങ്ങൾ, നീ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണും, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം, ഒക്കെ വിട്ടറെ. ഒക്കെ വിട്ടിട്ട് സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജഃ. 18-ാമത്തെ അധ്യായത്തില് ഭഗവാൻ അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഭഗവത്ഗീതയുടെ സന്ദേശവും ഇതാണ്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത? നെക്ടർ ഓഫ് ഭഗവത്ഗീത. നെക്ടർ. ഭഗവത്ഗീത വായിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നത് തന്നെ, ഭഗവാനെ വിളിക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നെക്ടർ ഓഫ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ശരണാഗതി പ്രാപിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് പോലെ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകും. എല്ലാ പ്രയാസങ്ങൾ, നമ്മൾ പാപങ്ങള് ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ഒക്കെ ചെയ്ത് കൂട്ടിയത് കൊണ്ടാണ് നമ്മൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. അതായത് നമ്മൾ പാപികളായതുകൊണ്ട്. അപ്പൊ ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ശരണാഗതി പ്രാപിക്കണം. അതിന് കലിയുഗത്തിൽ നമ്മൾ പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മഹാമന്ത്രം നമ്മൾ ജപിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ആ മെഡിറ്റേഷൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട്. ഓക്കെ, 1 2 3 4 start.
Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare 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 Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare 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 Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare 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 Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare എല്ലാരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചൊല്ലിക്കോളൂ. ബ്രീത്തിനെടുത്തിട്ട് എല്ലാവരും ചൊല്ലിക്കോളൂ. ബ്രീത്തിനെടുത്ത് ബ്രീത്ത് ഔട്ട് വരുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കണം. എല്ലാരും അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ 5 എണ്ണം കഴിഞ്ഞു. അടുത്ത 5 എണ്ണം റിമൈനിങ് 5 എണ്ണം നമുക്ക് ഒരുമിച്ച് ബ്രീത്ത് ഇൻ എടുത്ത് ബ്രീത്ത് ഔട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെയ്യും. ഓക്കെ, എല്ലാരും അൺമ്യൂട്ട് ചെയ്യുക. വീണ്ടും ഞാൻ 1 2 3 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 സ്റ്റാർട്ട്. Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna Krishna 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 Hare Hare Rama Rama Hare 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 Krishna Krishna Hare Hare Rama Rama 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 Hare 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 Krishna Krishna Hare Hare Rama Rama 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 Hare 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 Krishna Krishna Hare Hare Rama Rama 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 Hare 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 Krishna Krishna Hare Hare Rama Rama 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 Hare Hare Krishna Krishna Hare Hare Rama
Rama Hare Rama 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 Hare Hare Krishna Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama Rama Hare Hare. Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama Rama Hare Hare. കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു പ്രിയത്തിൽ എത്ര എണ്ണം കിട്ടി? 5 കിട്ടി. വെരി ഗുഡ്. 10 × 5 50 ടൈംസ് നമ്മൾ ചെല്ലിയ. വെരി ഗുഡ്. നമ്മൾ റിലാക്സ് ആയില്ലേ? നമ്മുടെ ഇനി നമ്മള് പഞ്ചതത്വ മഹാമന്ത്രം എന്ന് പറയും. നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എഴുതിക്കോളൂ. പഞ്ചതത്വ മഹാമന്ത്രം. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് പഞ്ചതത്വ മഹാമന്ത്രം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ. ചെല്ലിക്കോളൂ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഞാൻ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് പറയാം, ഈ പഞ്ചതത്വ മഹാമന്ത്രം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ടാണ്. ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു കേരളത്തില് 2 വന്നിട്ടുള്ളത്. ചൈതന്യ മഹാപ്രഭു കേരളത്തില് 2 മാത്രമേ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുള്ളൂ. കേരളത്തില് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലും മാത്രമേ വന്നിട്ടുള്ളൂ. 575 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാന്റെ അവതാരമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ആധികാരികമായിട്ട് എഴുതുന്നത്, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് മലയാളത്തിൽ എഴുതുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ്. ചൈതന്യ ചരിതാവലി എന്നൊരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് വായിക്കാൻ. ആ ചൈതന്യ മഹാപ്രഭുവാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കുമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. അതുവരെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നുള്ളൂ. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് പറഞ്ഞു, ഈ മന്ത്രം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം ഭൂമിയിൽ വന്നിരിക്കുന്നത് എല്ലാവരും ഭഗവാനെ വിളിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് പോലും അത് ബാക്കി വെക്കരുത്, ഒരാളും ചൊല്ലാതിരിക്കരുത്. അത് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു, ബംഗാളിലാണ് ചൈതന്യ മഹാപ്രഭു ജനിക്കുന്നത്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും ഈ മന്ത്രം അങ്ങോട്ട് തുറന്നു കൊടുത്തു. ചൊല്ലിക്കോളാൻ പറഞ്ഞു, എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. അന്നു മുതല് ഭാരതത്തില് എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങി. അതിനെ പിന്നീട് പാശ്ചാത്യ നാടുകളില്, അതുകൊണ്ടാണ് പാശ്ചാത്യ ദേശതാരിണെ എന്ന് നമ്മൾ പറയുന്നത്. പിന്നീട് അത് പാശ്ചാത്യ നാടുകളില്, വെസ്റ്റേൺ കൺട്രീസിൽ ഈ മഹാമന്ത്രം കൊണ്ട് എത്തിക്കുന്നത് ശ്രീല പ്രഭുപാദരാണ്. പ്രഭുപാദർ 1969 തോന്നുന്നു അമേരിക്കയില് എത്തിയിട്ട് ഈ മഹാമന്ത്രം അവിടെ ഉള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ ഉള്ള എല്ലാവരും രക്ഷപ്പെട്ടു. ഒരുപാട് പേര് അങ്ങനെ പ്രഭുപാദരുടെ ശിഷ്യന്മാരായി. നമ്മുടെ വേദങ്ങളെ കുറിച്ചും ഭാഗവതത്തെ കുറിച്ചും ഭഗവത്ഗീതയെ കുറിച്ച് പഠിക്കാനും
പിന്നീട് അവരെല്ലാം സന്യാസിമാരാവുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു ശിഷ്യനെ നമുക്ക് അറിയാൻ പറ്റും. Who is the Beatles singer? ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും. Who is the Beatles singer? ആ പറഞ്ഞോളൂ. ബ്രഹ്മി. ഉറക്കെ ഉറക്കെ. ബീറ്റിൽ സിംഗർ, ബീറ്റിൽ ഗായകൻ ബ്രഹ്മി സുമേഷ്. നാട്ടിൽ നിന്നാണോ അതോ എവിടെയാണോ? ഇവിടെ. എവിടെ താമസിക്കുന്നു? ഷാർജയിൽ. ഓക്കെ. അച്ഛൻ അമ്മ അടുത്തുണ്ടോ? ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹരേ കൃഷ്ണ. നമസ്തേ. ഗ്രേഡ് 3. ഓക്കെ, സ്വാഗതം. അപ്പോൾ ബീറ്റിൽ ഗായകൻ ആരാണ്? പറഞ്ഞോണ്ട് ബീറ്റിൽ ഗായകൻ ബീറ്റിൽ ഗായകൻ ആരെന്ന് പറയാൻ പറ്റുമോ? ജോർജ് ഹാരിസൺ. ജോർജ് ഹാരിസൺ അമേരിക്കനാണ്. ഓ മൈ സ്വീറ്റ് ലോർഡ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ഓ മൈ സ്വീറ്റ് ലോർഡ്. ഓ മൈ സ്വീറ്റ് ലോർഡിലൂടെയാണ് പിന്നീട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് അമേരിക്കയിൽ മാറിയത്. ജോർജ് ഹാരിസൺ. പിൽക്കാലത്ത് ജോർജ് ഹാരിസൺ പ്രഭുപാദരുടെ ശിഷ്യനാവുകയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് കൊടുക്കുകയും ചെയ്തു. എല്ലാം. ബീറ്റിൽ ഗായകൻ ജോർജ് ഹാരിസൺ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം തോന്നണത് എന്തെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഒരു ദൃഢബുദ്ധി, ഒരു ദൃഢത നമുക്ക് ഉണ്ടാകണം. നമുക്ക് ഇന്നത് ചെയ്യണം, നമുക്കൊരു വാശി വേണം. നമുക്ക് പഠിക്കണം, 100% മാർക്ക് നമുക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ നമുക്കതൊരു വാശിയാണ്. പിന്നെ വേറൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഭഗവാനെ എനിക്ക് വിളിക്കണം, വേറൊന്നും എനിക്ക് വേണ്ട. അപ്പം കൂടുതൽ പ്രോപ്പർട്ടീസ് എനിക്കുണ്ടായിരുന്നു, ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് ജോർജ് ഹാരിസൺ. അപ്പം അവിടെ രണ്ട് മനസ്സുണ്ടാകാൻ പാടില്ല. അവിടെയാണ് ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായം നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. സ്ഥിതപ്രജ്ഞൻ 2 ഇല്ലേ? നമ്മൾ ഏത് ശ്ലോകം വരെയാ വായിച്ചു നിർത്തിയത്? എന്തോ? കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് എടുത്തത് ഏതാണ് തോന്നുന്നത്? 52 ആണ് എടുക്കാനുള്ളത്. 52 എടുത്തു. പിന്നെ 53. ഓക്കെ. 54, 55, 56, 57, 58. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് നമ്മളുടെ ബൈപ്പാസ് ചെയ്ത് അങ്ങോട്ട് പോകും. ഇവിടെ 53-ല് ഭഗവാൻ പറയുന്നത് ശ്രുതി വിപ്രതിപന്നാതേ യഥാ ശ്രുതി നിശ്ചല സമാധാ വചല ബുദ്ധിസ്തത യോഗമവാപ്സ്യസി. ഭഗവാൻ അർജുനോട് കൃത്യമായിട്ട് പറയുകയാണ്, എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്കുകൾക്ക്, ഈ വേദങ്ങളുടെ അലങ്കൃത വാക്കുകൾക്ക് വശപ്പെടാതെ, അതായത് നമുക്കൊരു പാഷനായിട്ട് മാറുകയാണ്. വേദങ്ങളുടെ മന്ത്രങ്ങള് സംസ്കൃതമാണ്. അപ്പൊ 10 പേരെ കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു പാഷനായിട്ട്, നമ്മുടെ കറണ്ട് ലൈഫിൽ ഒരു പാഷനായിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ എന്തിനാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ മറന്നുപോയിട്ട് വെറുതെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഭഗവാൻ അർജുനോട് കൃത്യമായിട്ട് പറയുകയാണ്, വേദങ്ങളുടെ അലങ്കൃത വാക്കുകൾക്ക് വശപ്പെടാതെ
ആത്മസാക്ഷാത്കാരത്തിനായി, അതായത് ഭഗവാനെ പ്രാപിക്കാനായിട്ട് മനസ്സ് എപ്പോൾ ഉറച്ചു നിൽക്കുന്നു, അപ്പൊ നമുക്ക് ദിവ്യമായ ശ്രേഷ്ഠമായ കോൺഷ്യസ്നെസ് നമുക്ക് വന്നു കഴിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പഠിക്കുമ്പം എന്താണോ വാക്കുകൾക്കുള്ളിലുള്ളത്, ആ വരികൾക്കുള്ളിലുള്ളത് എന്നുള്ളത് നമ്മൾ ഗൗനിക്കാതെ വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? അച്ഛൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് അതിന്റെ ആവശ്യം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന്റെ മാർഗമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. നീ എല്ലാം കളഞ്ഞിട്ട് നീ എന്നെ മാത്രം വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ മൈൻഡ് എന്നെ കൺട്രോൾ ചെയ്യാൻ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് 54-ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷണം എന്താണ്? അപ്പോൾ 55-ാമത്തെ ശ്ലോകം വരുമ്പോൾ, പ്രജഹാതി യഥാ കാമാൻ സർവാൻ ഭാർത്തമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തോച്യതേ. ഞാനിത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ഒന്ന് കൺഫ്യൂസ് ആവണ്ട. അപ്പൊ ഭഗവാൻ പറഞ്ഞത്, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തില് നമ്മുടെ മനസ്സ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മനസ്സെവിടായിരിക്കും? ഇന്ന് കിച്ചണിൽ എന്തായിരിക്കും അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോൺ ഇടയ്ക്ക് നിർത്തി വെച്ചിട്ടാണ്, അച്ഛനും അമ്മയും പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വന്നത്. അപ്പം നമ്മൾ ആ ഗെയിമിലായിരിക്കും നമ്മുടെ മനസ്സ്, ഇല്ലേ? അപ്പം കോൺസെൻട്രേഷൻ വായനയിൽ വന്നിട്ടില്ല. ശരിയല്ലേ? എനിക്ക് വേറൊന്നുമില്ല, എനിക്ക് പഠിക്കാനില്ല താല്പര്യം. യൂട്യൂബ് കാണാൻ, ഗെയിം കളിക്കാൻ, അതൊക്കെയാ. അപ്പോഴ് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് അങ്ങോട്ട് ഇരിക്കും. അപ്പൊ വായിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ അവന്റെ മൈൻഡ് കൺട്രോൾ അല്ല, അവന്റെ മനസ്സ് 100 പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതില്ലാതെ വരുമ്പോൾ അവനെ സ്ഥിതപ്രജ്ഞൻ, എഴുതി വെച്ചോളൂ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. സ്ഥിതപ്രജ്ഞൻ. അപ്പൊ നമ്മുടെ മനസ്സ് സ്ഥിരബുദ്ധിയുള്ളതായിരിക്കണം, അചഞ്ചലമാകരുത്. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. അങ്ങനെയുള്ള ആളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ എഴുതി വെച്ചോ. ഭഗവാൻ ആദ്യമായിട്ട് അർജുനനോട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് കൃഷ്ണനെ ലോകത്തിലെ ആദ്യത്തെ ഗുരു, ജഗദ്ഗുരു എന്ന് പറയുന്നത്. വേറെ ആരും അതുവരെ ഇത് ഉപദേശിച്ചിട്ടില്ല. ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ആദ്യം പഠിക്കണം. നമ്മുടെ ചിന്ത എന്താണോ ആ ചിന്തയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിൽ മാത്രം നമ്മൾ മനസ്സ് കൊടുക്കണം. അങ്ങനെയുള്ള ഒരാളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കിട്ടുകയുള്ളൂ എന്ന് കൃഷ്ണൻ ആദ്യമായിട്ട് ലോകത്തില് വേറെ ആരും അതുവരെ ഉപദേശിച്ചു കൊടുത്തിട്ടില്ല. ആരോടും. 5750 വർഷങ്ങൾക്ക് മുമ്പ് അർജുനനോട് ഉപദേശിക്കുകയാണ്. ഇപ്പോഴും അത് വാലിഡ് പോയിന്റ് ആണ്, ഇല്ലേ? ഇപ്പോഴും അത് വാലിഡ് പോയിന്റ് അല്ലേ? അതോ മാറിയോ? അതോ കള്ളമാണോ പറഞ്ഞത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? മാറിയിട്ടില്ല. അതാണ് കൃഷ്ണൻ. മാറുന്നുണ്ടെങ്കിൽ ആ ആള് ഭഗവാനല്ല.
ആ വാക്കുകൾ മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ആൾ തീർച്ചയായിട്ടും ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കണം, ഇല്ലേ? ആ വാക്കുകൾ എപ്പോഴും വാലിഡ് ആണ്, നിലനിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാണ് ആ വാക്കുകൾ ശ്രേഷ്ഠമായിരിക്കുന്നതും. ഇവിടെ വീണ്ടും അർജുനനോട് ഭഗവാൻ അതിന്റെ ഉദാഹരണവും പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണവും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ആ ശ്ലോകത്തിലോട്ടാണ് ഇനി വരുന്നത്. 58. ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യും. മലയാളം എടുക്കണോ ഇംഗ്ലീഷ് എടുക്കണോ? എനിക്ക് വേണ്ടത് മലയാളം എടുക്കണ്ട, ഇംഗ്ലീഷ് എടുത്താൽ മതി. ഇംഗ്ലീഷ് എടുത്താൽ മതി അല്ലേ? ഓക്കെ. അങ്ങളെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് എടുത്തു തരാം. പ്രഭു, ഈ സെക്കൻഡ് ചാപ്റ്ററില് 58ാമത്തെ ശ്ലോകയാണോ? അതെ. കിട്ടിയോ? ഓക്കെ, കിട്ടില്ലേ? നമുക്ക് വായിക്കാം. യഥാ സംഹരതേ ഛായം യഥാ സംഹരതേ ഛായം യഥാ സംഹരതേ ഛായം കൂർമോ അംഗാനീവ സർവശഃ കൂർമോ അംഗാനീവ സർവശഃ യഥാ സംഹരതേ ഛായം കൂർമോ അംഗാനീവ സർവശഃ യഥാ സംഹരതേ ഛായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ യഥാ സംഹരതേ ഛായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീല പ്രഭുപാദക്കി ജയ്. ശബ്ദാർത്ഥം യഥാച യാതൊരിക്കൽ അയം ഇവൻ സർവശക സകല പ്രകാരത്തിലും ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് വിഷയങ്ങളിൽ നിന്ന് കൂർമഹ കൂർമ്മം ആമ അംഗാനി ഇവ അംഗങ്ങളെ എന്ന പോലെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ സംഹരതെ പിൻവലിക്കുന്നു തസ്യ അവന്റെ പ്രജ്ഞ പ്രജ്ഞ ബോധാവസ്ഥ പ്രതിഷ്ഠിത ഉറച്ചതാകുന്നു.
Yada, when, samharade, winds up, cha, also, I am, he, karmaha, kurmaha, tortoise, angani, limbs, iva, like, sarvashaga, altogether, indriyani, senses, indriyardhebhya, from the sense objects, tasya, his, prajna, consciousness, pradishtida, fixed. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ രാഹുൽ വായിച്ചോളൂ. One who is able to withdraw one who is able to withdraw his senses from sense objects, as the tortoise draws his limbs within the shell, is firmly fixed in perfect consciousness. ഹരേ കൃഷ്ണ. അക്ഷൽ ഒന്നുകൂടെ വായിച്ചോളൂ. ഇംഗ്ലീഷ് ആണോ? ഇംഗ്ലീഷ്. One who is able to withdraw his sense from sense objects, as the tortoise draws its limbs within the shell, it's firmly fixed in perfect consciousness. Sir, Yeah. one who is able to withdraw his senses from sense objects, as the tortoise draws its limbs within the shell, he is firmly fixed in a perfect consciousness. ഓക്കെ. ഇനി അഭിനവ് മലയാളം വായിക്കാൻ പറ്റുമോ? അഭിനവിന്. ഓക്കെ, എന്നാ ഇംഗ്ലീഷ് വായിച്ചോളൂ. മുതിർന്നവര് മലയാളം വായിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ. One who is able to withdraw his senses from sense objects, as the tortoise draws its limbs within the shell, is firmly fixed in perfect consciousness. ഓക്കെ. ഇനി ആർക്ക് വായിക്കാം? ബ്രഹ്മിക്ക് വായിക്കാൻ പറ്റുമോ? ജസ്റ്റ് നോക്കാൻ പറ്റത്തില്ലേ സ്ക്രീനില്? എന്നാ വായിച്ചോളൂ. ഓൺ ഹൂ ഈസ് മ്യൂട്ടാണ്. ഞാൻ വായിച്ചത് കേൾക്കാൻ പറ്റിയായിരുന്നോ? ഓ യെസ്, വായിച്ചോളൂ. ബ്രഹ്മി വായിച്ചോളൂ. ഓൺ ഹൂ ഈസ് One who is able to withdraw his sense from sense objects, as the tortoise draws its limbs within the shell is മൊത്തം വായിച്ചിരുന്നോ? is firmly fixed in perfect consciousness. മലയാളം ആരാ വായിക്കാന്ന് പറഞ്ഞത്? ഓക്കെ, വായിച്ചോളൂ. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. എന്ത് മനസ്സിലാക്കി? ആരാ ചെല്ലാമെന്ന് പറഞ്ഞേ? ചെല്ലിക്കോളൂ. എനിക്ക് പക്ഷെ ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും. One who is able to withdraw his senses from sense object, as the tortoise draws its limbs within the shell, is firmly fixed in perfect consciousness.
on who is able to withdraw his senses from sense object as the tortoise draws its limbs within the shell, he is firmly fixed in perfect consciousness. എന്ത് മനസ്സിലാക്കി? പറഞ്ഞോട്ടെ. ആമയുടെ ക്യാരക്ടർ എങ്ങനാ? സർ ലെറ്റ് പറഞ്ഞോട്ടെ. ഓ പറഞ്ഞു. One who is able to withdraw his senses from sense objects, as the tortoise draws its limbs within the shell, is firmly fixed in perfect consciousness. ഓക്കെ, ഇത് എന്ത് മനസ്സിലാക്കി? ആമയുടെ സ്വഭാവം എങ്ങനെ? ആമയുടെ ഫീച്ചർ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് ടോർട്ടോയ്സ്? ഞാൻ പറയട്ടെ. ഇതേയും ഒരു പ്രയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹണ്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു ആനിമലെ ടോർട്ടോയ്സ് സെൻസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പിന്നെ ഷെല്ലിന്റെ അടിയിൽ പോകും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഈ പ്രേസിനൊക്കെ. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പം മനസ്സ്, കണ്ണ്, മൂക്ക്, ശ്വാസം, ഇതെല്ലാം ആ ഇന്ദ്രിയങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യണം. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, നമ്മുടെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ആമയെ പോലെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മള് ഉറച്ച ബുദ്ധിയിൽപ്പെടും. അതുവരെ നമ്മൾ അചഞ്ചലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ശ്ലോകം വായിക്കാം. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ഞാൻ ഇനി പറയും. ഞാൻ സ്ക്രീനിൽ കാണുന്ന ലെവൽ അനുസരിച്ചിട്ട് ഞാൻ ഓരോരുത്തരടുത്തും പറയും. അതുവരെ ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യുക. പറയാൻ ഉദ്ദേശിക്കുന്ന ആള് അൺമ്യൂട്ട് ചെയ്യണം. രാഹുൽ ശ്ലോകം ചൊല്ലിക്കോളൂ. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിതഃ. രാഹി രാശി ഇന്ദ്രിയാൻ യഥാ സംഹരതേ ചായം അംഗാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ
Pradishta. Prasidha. ഓക്കെ, അടുത്തത് കാർത്തിക. എനിക്ക് അറിഞ്ഞൂടാ ഇത്. ഞാൻ ആ ശ്ലോകം സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. യഥാ യഥാ സംഹരതേ ചായം ചായം കൂർമോ കൂർമോ അങ്കാനീവ. അങ്കാനീവ. കൂർമ ടോർട്ടോയ്സ്, അങ്കാനീവ ആമയുടെ കൈയും കാലും, ഇതിനൊക്കെയാണ് അങ്കാനീവ എന്ന് പറയുന്ന അംഗങ്ങൾ, കൈകാലുകൾ. സർവശഃ ചൊല്ലിക്കോളൂ. സർവശഃ ഇന്ദ്രിയാണി 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 ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാർത്ഥേ അഭ്യ ഇന്ദ്രിയാണി അഭ്യ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാർത്ഥി അഭ്യ തസ്യ തസ്യ പ്രജ്ഞാ പ്രജ്ഞാദസ്യ പ്രതിഷ്ഠിത. പ്രതിഷ്ഠിത. ഇത്രേ ഉള്ളു കാര്യം. അടുത്തത് അഭിനവ്. യഥാ സംഹരതേ ഛായം കുർമോ അംഗാനിവ സർവസഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അനഫി Yes, sir. ചൊല്ലിക്കോളൂ. Okay. യഥാ സംഹരതേ ചായം കുർമോ അംഗാനിവ സർവസഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അച്ചൽ. യഥാ സംഹരത്തെ ചായം പൂർണ്ണോ അംഗരവേ അങ്കാനീവ അംഗാനീവ സർവശഃ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വെരി ഗുഡ്. അംഗിരസ്. यदा संहरते चायं कूर्मोऽङ्गानि सर्वशः इन्द्रियाणि इन्द्रियार्थेभ्यः तस्य प्रज्ञा प्रतिष्ठिता. അവർണേഷ്. ഹരേ കൃഷ്ണ. യഥാ സംഹരത്തെ ചായം കൂർമോ അംഗാനിവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. ബ്രഹ്മി. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അഭിജിത്ത്. ഞാൻ ചൊല്ലാം, പക്ഷെ അങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യണം. ഓ
യഥാ സംഹരതേ ചായം യഥാ സംഹരചേതായം കൂർമോ കൂർമോ അംഗാനീവ അംഗാനേവ സർവശഃ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ ഇന്ദ്രിയാണി തേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ഋഷിയേഷ് യത് സംഹരതേ ചായം കുർമ അംഗാനിവ സർവശഃ തസ്യ പ്രതിഷ്ഠിത. ഈ ലെറ്റേഴ്സിന്റെ മേളിലൊക്കെ ഒരു ഡാഷ് അല്ലേ, ചില സിമ്പിൾസ് ഇല്ലേ? അത് അവിടെയാണ് നമ്മൾ മലയാളത്തിന്റെ പ്രൊനൗൺസിയേഷൻ, സംസ്കൃത പ്രൊനൗൺസിയേഷൻ വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ അങ്കാനീവെന്നാണ്, പക്ഷെ അവിടെ ഇപ്പുറത്തായിട്ട് ചെറിയൊരു കോമ മേളിൽ കൊടുക്കുന്നുണ്ട്. അങ്കാനീവ സർവശ ശ വരുമ്പോഴാണ് എസിന്റെ മേളിൽ ഒരു ചെറിയൊരു ആ ഒരു ചിഹ്നം വന്നത്. ശ എന്ന് വായിക്കുമ്പം അങ്ങനെ കാണുമ്പം അവൾ ഷായാണ്, അതില്ലെങ്കിൽ സായാണ് വരുന്നത്. ഷ. ഓക്കെ. അതുപോലെ തന്നെ എയുടെ മേലൊരു ഡാഷ് വരികയാണെങ്കിൽ അത് ദീർഘമാണ്, നീട്ടി ചെല്ലാനുള്ളതാണ്. ഓക്കെ. യഥാ സംഹരതേ ചായം യഥാ സംഹരതി. ആദിത്യ എസിന്റെ അടിയിലെ ഡോട്ട് ആണെങ്കിലോ? എസിന്റെ സർവശ അവിടെ നിർത്തുകയാണ്. ചൊല്ലിക്കോളൂ. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനിവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥ്യേഭ്യ തസ്യ പ്രജാ പ്രതിഷ്ഠിത. തസ്യ പ്രജ്ഞ. പ്രജ്ഞ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോധം. ചിലർ പറയത്തില്ലേ നിനക്ക് പ്രജ്ഞ ഇല്ലെന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ ബോധമില്ല. തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. പ്രതിഷ്ഠിത, പ്രതിഷ്ഠിച്ചിരിക്കണം, ഉറച്ചതായിരിക്കും, പിന്നെ അവിടുന്ന് ഇളകത്തില്ല. ലൈക്ക് എ റോക്ക്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് എല്ലാം 1 2 3 4 സ്റ്റാർട്ട്. യഥാ സംഹരതി ചായം കുർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. പ്രീതമാതാജി ഒന്ന് ചെല്ലാമോ? ശ്ലോകം. നമോ ഭഗവതേ യഥാ സംഹരചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. അപ്പം ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് പോലെ നമ്മുടെ എല്ലാ അംഗങ്ങളെയും നമ്മൾ എന്തിനൊക്കെയാണോ, അപ്പൊ ഐസ്ക്രീം ഇന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് അതിന്റെ പുറകെ പോകരുത്. ഇതിനെയാണ് മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി 10 ഐസ്ക്രീം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞാൻ ഇന്നത് കഴിക്കില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ചിലര് വന്ന് ഞാൻ നാക്കൊട്ടി കാണിക്കും, നല്ല ടേസ്റ്റ് വേണോ എന്ന് ചോദിക്കും, എനിക്ക് വേണ്ട. അപ്പം അവിടെയാണ് മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. ഞാൻ ഇന്നത്തെ ദിവസം ഐസ്ക്രീം കഴിക്കില്ല, ഞാൻ ഐസ്ക്രീം കഴിക്കില്ല. മൈൻഡ് കൺട്രോൾ. 10 പേര് ഇനി 10 വെറൈറ്റി ചോക്ലേറ്റ് കൊണ്ടുവന്നോട്ടെ, വാനില കൊണ്ടുവന്നോട്ടെ, ബനാന കൊണ്ടുവന്നോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞാൻ അത് കഴിക്കില്ല. ഇതിനെയാണ് മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. എനിക്ക് ഐസ്ക്രീം എപ്പോ വേണമെങ്കിലും കഴിച്ചാലും
ഇഷ്ടാ. അതാ പറഞ്ഞത്. ഇന്ന് ഞാൻ കഴിക്കുന്നതെന്ന് തീരുമാനിച്ചാൽ കൊണ്ടുവന്നാ കഴിക്കുമോ? അതിനെ മൈൻഡ് കൺട്രോൾ എന്ന് പറയും. ചോക്ലേറ്റ് കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കൊണ്ടുവന്നാലും ഒരു 10 ഐസ്ക്രീം കൊണ്ടുവന്നാലും 10 ചോക്ലേറ്റ് കൊണ്ടുവന്നാലും 10 ബനാന കൊണ്ടുവന്നാലും 10 വാനില കൊണ്ടുവന്നാലും 10 മിൽക്ക് കൊണ്ടുവന്നാലും ഞാൻ കഴിക്കില്ല. നല്ല രസകരമായ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ചോക്ലേറ്റ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ പണ്ട് നടന്നതാണ്. ചെറിയ കുട്ടികളായിരുന്നു അവര്. തോന്നുന്നത് 4th or 5th സ്റ്റാൻഡേർഡിലാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. ആ സമയത്ത് ഒരു കുട്ടി വൈകിട്ട് ആഹാരം കഴിക്കത്തില്ല, രാത്രി ആഹാരം കഴിക്കുന്നില്ല. എനിക്ക് വേണ്ട, വൈകിട്ട് കഴിച്ചു, ഞാൻ ഇനി രാത്രി തൊട്ട് രാത്രിയിൽ ആഹാരം കഴിക്കുന്നില്ല, ഞാൻ കൺട്രോൾ ചെയ്യുകയാണ്, എനിക്ക് രാത്രി ആഹാരം ഇഷ്ടമല്ലെന്ന്. ശരി, അങ്ങനെ അപ്പം പേരൻസ് ഒരുപാട് നിർബന്ധിച്ചു, വിശന്ന് കിടക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വയറുവേദന എടുക്കും. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ വൈകിട്ട് കഴിച്ചത് മതി, ഞാൻ വയറ് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ പേരൻസ് ഈ കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. രാത്രി നോക്കുമ്പം ഈ കുട്ടി അനങ്ങാതെ എല്ലാരും കിടന്നുറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് പതുക്കെ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തിരിക്കുന്ന ചോക്ലേറ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി ആഹാരം കഴിക്കാതിരിക്കുന്നത്, ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അങ്ങനെ കയ്യോടെ പിടിച്ച് അപ്പം ഇതിനെ മൈൻഡ് കൺട്രോൾ എന്ന് പറയത്തില്ല. ഓക്കെ, അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്യാരക്ടർ അല്ല നമ്മുടെ ലൈഫ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ലൈഫിൽ ഒരേ ഒരു ക്യാരക്ടറേ ഉണ്ടാകാൻ പാടുള്ളൂ. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമുക്ക് 2 ക്യാരക്ടർ ഉണ്ടോ? നമുക്ക് 2 ക്യാരക്ടർ ഉണ്ടോ? ആർക്കെങ്കിലും ആൻസർ പറയാം, മുതിർന്നവർക്കും പറയാം. നമുക്ക് 2 ക്യാരക്ടർ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇല്ല. ഉണ്ടെന്ന് എത്ര പേര് പറയുന്നുണ്ട്? ഉണ്ടെന്ന് എത്ര പേര് പറയുന്നു? ഒരു ക്യാരക്ടറേ ഉള്ളെന്ന് എത്ര പേര് പറയുന്നു? ഞാൻ പറയുന്നു ഒരു ക്യാരക്ടറേ ഉള്ളൂ. 3 ക്യാരക്ടർ ഉണ്ടെന്ന് എത്ര പേര് പറയുന്നു? അതും 3 ക്യാരക്ടർ എത്ര പേരുണ്ടെന്ന് എത്ര പേര് പറയുന്നു? ആ 3 ക്യാരക്ടർ ഉണ്ടെന്ന് എത്ര പേര് പറയുന്നു? നമ്മൾക്ക് ഒരു ക്യാരക്ടർ അല്ലാതെ 2 ക്യാരക്ടറോ 3 ക്യാരക്ടറോ ഉള്ളവരെ നമുക്ക് പറയാം അവര് ഫേസ് മാസ്ക് ഇട്ടിരിക്കുകയാണ്. ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോൾ മറ്റു 2 ക്യാരക്ടർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്. ആ ക്യാരക്ടറിലോട്ട് വരുമ്പം ഈ ക്യാരക്ടറെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഫേസ് മാസ്ക് വീണ്ടും എടുത്തിടും. ഇപ്പൊ നമ്മുടെ ഫേസ് മാസ്ക് എല്ലാരും കാണയിടും. പക്ഷെ ഇപ്പറയുന്ന മാസ്ക് ട്രാൻസ്പെയറന്റ് മാസ്ക് ആണ്, നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ഒരാൾക്കും കാണാൻ പറ്റും. ആർക്ക്? ഭഗവാന് കാണാൻ പറ്റും, കൃഷ്ണന് കാണാൻ പറ്റും. അപ്പം എത്ര പേർക്ക് ഈ മാസ്ക് കാണാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറയാം. അപ്പം 3 തരത്തിലുള്ള ക്യാരക്ടർ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അമ്പോറ്റിക്കെല്ലാം കാണാൻ പറ്റും, കൊറോണയിലും കാണാൻ പറ്റും, ഫോണിലുള്ള അടിയിലുള്ള സർപ്പത്തിനും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഫസ്റ്റ് എഴുതി വെച്ചോളൂ. ഫസ്റ്റ് ക്യാരക്ടർ, നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ പബ്ലിക് ലൈക്ക്. പബ്ലിക് ലൈക്ക് പൊതുജനങ്ങള് എല്ലാവരും പൊതുവെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ പബ്ലിക് ലൈക്ക്. അതൊരു ക്യാരക്ടർ പബ്ലിക് ലൈക്ക്. അത്
നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. ഇതൊരു ട്രാൻസ്പെയറന്റ് ക്യാരക്ടറാണ്, പബ്ലിക് ലൈക്ക്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടർ. രണ്ടാമതൊരു ക്യാരക്ടർ ഉണ്ട്, പ്രൈവറ്റ് ലൈക്ക്, സ്വകാര്യമായി ഇഷ്ടപ്പെടുന്ന പ്രൈവറ്റ് ലൈക്ക് ഒരു ക്യാരക്ടർ. പ്രൈവറ്റ് ലൈക്ക് കുറിച്ചോ? ഇത് നമുക്കും പ്രൈവറ്റ് ലൈക്ക്, നേരത്തെ പബ്ലിക് ലൈക്ക്. എന്തോ ബോഡി, ഇത് പ്രൈവറ്റാ പറയാം. പ്രൈവറ്റ് ലൈക്ക്, ഈ പ്രൈവറ്റ് ലൈക്ക് ക്യാരക്ടർ നമുക്കും നമ്മുടെ പേരൻസിനും മാത്രമേ അറിയത്തുള്ളൂ. ഈ പേരൻസും ആ പുറത്തോട്ട് പറയാൻ ആഗ്രഹിക്കത്തില്ല അവൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത്. വെരി ഡേഞ്ചറസ് ആണ് അത്. പ്രൈവറ്റ് ലൈക്ക്. ഇനി മൂന്നാമതൊരു ക്യാരക്ടർ കൂടി നമുക്കുണ്ട്, അതിനെ സീക്രട്ട് ലൈക്ക് എന്ന് പറയും. വെരി സീക്രട്ട് ആണ്, അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഒരാൾക്ക് അറിയാം. നമ്മൾ എത്ര സീക്രട്ട് ചെയ്തു കഴിഞ്ഞാലും ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, സർവകാരണങ്ങൾക്കും കാരണനായ, എല്ലാം സൃഷ്ടിച്ചു തന്നിരിക്കുന്ന, നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരേ ഒരാൾക്ക് കൂടി അറിയാം. അതാരാണ്? കൃഷ്ണൻ. അപ്പം കൃഷ്ണനും നമുക്കും മാത്രം അറിയാവുന്ന, അപ്പൊ നമ്മൾ വിചാരിക്കും അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സീക്രട്ട്, രഹസ്യം എന്ന് പറയുന്നത്. സീക്രട്ട് ലൈക്ക്, രഹസ്യമായ ഇഷ്ടം. ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പം പ്രൈവറ്റ് ലൈക്ക് ഡേഞ്ചറസ് ആണ്, സീക്രട്ട് ലൈക്ക് വളരെ ഡേഞ്ചറസ് ആണ്. എക്സ്ട്രീം ഡേഞ്ചറസ് ലെവലിലാണ് ഇത് പോകുന്നത്. ഇപ്പം ഈ സെക്കൻഡും തേർഡും എടുത്തു കളയണം. ഈ സെക്കൻഡും തേർഡും ഫേസ് മാസ്ക് ആണ്. ഇവനെ എടുത്തിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ ക്യാരക്ടർ നമ്മൾ കൊണ്ടെത്തണം. അപ്പോൾ മാത്രമേ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒബ്ജക്റ്റീവിന് മറ്റ് പല അർത്ഥങ്ങളും കാണും, മറ്റ് പല താല്പര്യങ്ങളും കാണും. അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തില് നല്ലവര് എന്ന് പറയുന്നവരിൽ നിന്നും ചീത്ത സ്വഭാവങ്ങൾ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നല്ലവര് എന്ന് പറയുന്ന ആളുകളിൽ നിന്നും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്. കാര്യം അവർക്ക് പ്രൈവറ്റ് ലൈക്ക് ആൻഡ് സീക്രട്ട് ലൈക്ക് എന്നുള്ള അടുത്ത രണ്ട് ക്യാരക്ടർ കൂടിയുണ്ട്. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ചീറ്റിംഗ് ആണ്. ഈ രണ്ട് ക്യാരക്ടറും നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അന്ന് മാത്രമല്ല, ഈ രണ്ട് ലൈക്കിനെയും എടുത്തു കളഞ്ഞിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൈക്കിനെ, ഇപ്പോൾ അഭിനവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനവ് ഇന്ന ആരാണെന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ഹിഡൻ ക്യാരക്ടർ വരാൻ പാടില്ല. ആ ഹിഡൻ ക്യാരക്ടർ അവിടെ ഉണ്ടെങ്കിൽ ഹീസ് ചീറ്റിംഗ് ടു പബ്ലിക്, or he is cheating to parents, or ultimately he is the cheating to Krishna. അതിന്റെ മനോഹരമായ ഒരു കഥ അടുത്ത ആഴ്ച ഞാൻ പറയാം. ഭഗവാന് മാത്രം അറിയാൻ പറ്റുന്ന ഒരു കഥ. അവസാനം അദ്ദേഹത്തിന് എന്താണോ ശിക്ഷ, എന്നെ റിമൈൻഡ് ചെയ്യിക്കണം, എന്താണോ അദ്ദേഹത്തിന് ആ ശിക്ഷ കിട്ടുന്നത്. അപ്പം ഈ രണ്ട് ക്യാരക്ടർ വളരെ വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും സന്യാസിമാരാണെങ്കിലും കാവ്യ വിട്ടവരാണെങ്കിലും എല്ലാം പിന്നീട് നമ്മൾ കേൾക്കാൻ പാടില്ലാത്തത്, നമ്മൾ പ്രതീക്ഷിക്കാത്തതെല്ലാം അവരിൽ നിന്ന് കാണുന്നത്. ഈ രണ്ട് ക്യാരക്ടറിനെയും എടുത്തു കളഞ്ഞിട്ട് നമുക്ക് ഒരേ ഒരു ക്യാരക്ടറിൽ പബ്ലിക് ലൈക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറിൽ എത്തുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര ടൈപ്പ് ക്യാരക്ടർ ഉണ്ട്? ഏതൊക്കെയാണ്? പബ്ലിക് ലൈക്ക്, പ്രൈവറ്റ് ലൈക്ക്, സീക്രട്ട് ലൈക്ക്. പബ്ലിക് ലൈക്ക് ആരൊക്കെ ഇഷ്ടപ്പെടും? ആർക്കൊക്കെ അറിയാം? എല്ലാവർക്കും അറിയാം. കോമൺ, ഇറ്റ്സ് എ കോമൺ. പ്രൈവറ്റ് ലൈക്ക് ആവുമ്പോൾ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ അറിയൂ. സീക്രട്ട് ലൈക്ക് ആവുമ്പോൾ
നമ്മള് മാത്രം ആരും കാണുന്നില്ല, ആരും കാണുന്നില്ല എന്നുള്ള രീതിയാണ് ഇരിക്കുന്നത്. ആരും കാണുന്നില്ല, ഞാൻ ചെയ്യുന്നത് ആരും കാണുന്നില്ല. പക്ഷെ ഒരാള് കാണുന്നുണ്ട്. ആര് കാണുന്നു? ആര് കാണുന്നു? ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോൺഷ്യസ് നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ സീക്രട്ട് ലൈക്കിൽ നിന്ന് പുറത്തു വരും. ഇനി പ്രൈവറ്റ് ലൈക്ക്, പേരൻസ് അതിന് കൂടുതൽ അതില് ഫോക്കസ് ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പേരൻസിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ പേരൻസ് അതിൽ ജാഗരൂകരാകുമ്പോൾ ആ പ്രൈവറ്റ് ലൈക്കും എടുത്തു പുറത്തു പോകും. അപ്പൊ ഇതിനെ രണ്ടിനെയും എടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ആകെ നമുക്ക് പിന്നെ ഒരേ ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, പബ്ലിക് ലൈഫ്. അത് ഭഗവാൻ അറിയാം, എല്ലാവർക്കും അറിയാം, അതാണ്. അതിലപ്പുറത്തൊട്ടൊന്നുമില്ല. എപ്പോഴാണ് നമ്മുടെ ലൈഫ് മൈൻഡ് കൺട്രോളിൽ, അണ്ടർ ദ കൺട്രോൾ ഓഫ് അവർ മൈൻഡിൽ വരുന്നത്? അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും, സ്ഥിരബുദ്ധിയുള്ള ഒരാൾ എന്ന് പറയും. നമ്മുടെ മനസ്സ് ഒരുപാട് ഇങ്ങനെ കാണുമ്പം അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, നമ്മൾ എല്ലാം പ്യൂട്ടീവ് റിസൾട്ടിലാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഞാൻ അടുത്തൊരു കഥ പറയാം. ഒരാള് ബോറടിച്ചോ? ബോറടിച്ചോ? ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലേ? അപ്പൊ അടുത്ത ആഴ്ച പറയാം കഥ അല്ലേ? അങ്കിളെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ചാറ്റ് ബോക്സിൽ ഞാൻ ഒരു മെസ്സേജ് ഇട്ടപ്പോ അങ്കിള് പറഞ്ഞില്ലേ പറയാം, നോ പ്രോബ്ലം. ഇന്ന് വെള്ളം കളിയാ. ഇന്ന് വെള്ളം കളിയാ. ഇന്ന് വെള്ളം കളി. വള്ളംകളി. ഓ, ആറന്മുള വള്ളംകളിയാണ്. ഓക്കെ, ഉറക്കെ പറയണ്ടേ? വെള്ളം കളി. വള്ളം കളി അല്ലേ? ഇന്ന് വള്ളംകളി, ഉത്തിട്ടാതി വള്ളംകളി അല്ലേ? ഉത്തിട്ടാതി വള്ളംകളി. ഗുഡ്. പാടിക്കോളൂ, രണ്ടുപേരും പാട്. വീഡിയോ ഓൺ ചെയ്ത് കൊച്ചു പിന്നെ കൊയ്യാലതിട്ടേ ആട്ടം കാണണം. ഓ ദിത്തിത്താറ ദിത്തേ ദിത്തേ തകതേതോ ദിത്തിത്താറ ദിത്തേ ദിത്തേ തകതേതോ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇനി അടുത്ത ആഴ്ച കഥ പറയാം, ബാലൻസ്. ഓക്കെ, അതാ നല്ലത്, സമയം ഒരുപാടായി. ഇനി അഭിനവ് ഒരു കഥ പറയണമെന്ന് പറഞ്ഞ് പറഞ്ഞോളൂ. ഒരു ദിവസം ഒരു മരവെട്ടക്കാരൻ ഉണ്ടായിരുന്നു. അയാള് ഒരു ദിവസം പോയപ്പോ മരം വെട്ടാൻ പോയപ്പോ ഒരു മരവും കിട്ടിയില്ല. മാത്രമല്ല നല്ല കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ഈ കാര്യം പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു നാളെ നോക്കാന്ന്. എന്നിട്ട് നാളെ അയാള് പോയി. നാളെയും പിന്നെയും ഒരു മരവും കിട്ടിയില്ല. അപ്പൊ രണ്ടാമത്തെ ദിവസവും അയാള് പോയപ്പോ അപ്പയും അങ്ങനെയായിരുന്നു. മഴയും കൊറേ മഴയും കാറ്റുമായിട്ട് കിട്ടിയില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു ഇത്തിരി ചോറേ ഉള്ളൂ, എങ്ങനെ ഇത് ശരിയാവത്തില്ലല്ലോ. അപ്പൊ ബാ നമുക്ക് എന്തായാലും കഴിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ചോറ് കഴിച്ചു. അപ്പൊ അവിടെ ഒരു ഭിക്ഷക്കാരൻ വന്നു. അയ്യോ അമ്മ, എനിക്ക് ഭക്ഷണം തരണേ, കൊറേ ദിവസമായി ഞാൻ കഴിച്ചിട്ട്, എനിക്ക് ഭക്ഷണം തരണേ, എനിക്ക് ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മരമട്ടക്കാരന് പറഞ്ഞു ഞാൻ ഭക്ഷണം കൊടുത്തേക്ക്, പാവല്ലേ, കൊടുത്തേക്ക്. അപ്പൊ ഭാര്യ കൊടുത്തു. എന്നിട്ട് അയാള് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് പോയി. അപ്പൊ മൂന്നാമത്തെ ദിവസം അയാള് കോടാലി എടുത്തിട്ട് പോയി. അപ്പൊ മരം വെട്ടാൻ നോക്കിയപ്പോ അപ്പൊ നല്ല ഉഗ്രം മരം. അപ്പൊ എന്ത് ചെയ്തു, അതങ്ങോട്ട് വെട്ടിയപ്പോ അവിടെ
ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഇന്നലെ അവിടെ വന്നത് ഞാനായിരുന്നു ഭക്ഷണം ചോദിച്ച്, നിങ്ങൾക്കുള്ള ചോറിന്ന് എനിക്ക് തന്നോണ്ട് നിനക്കുള്ള സമ്മാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ മരം കൊണ്ടിട്ട് വിത്തിട്ട് കൊറേ പൈസ മേടിച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ട് ഭാര്യ ചോറും എല്ലാം ഉണ്ടാക്കി തന്നു. വെരി ഗുഡ്. എന്താണ് മോറൽ സ്റ്റോറി? Moral of the story is you do good things, God will help from your thing. വെരി ഗുഡ്. ഇതിനെ യെസ്, വെരി ഗുഡ്. ഇതിനെ മറ്റൊരു രീതിയിലും പറയാം. ഒരു യഥാർത്ഥ ഭക്തന്റെ ശ്രേഷ്ഠമായ ഗുണമാണ്, എഴുതി വെച്ചുള്ളൂ, പരദുഃഖ ദുഃഖി. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെയും നമ്മുടെ ദുഃഖമായി കണ്ടുകൊണ്ട് സഹായിക്കുക എന്നുള്ളത്. അവിടെ വിശന്ന് വന്നപ്പോൾ ആ മരം വെട്ടുകാരൻ അദ്ദേഹം കഴിക്കേണ്ട ആഹാരം ഈ ആളിനും ഷെയർ ചെയ്തു. പരദുഃഖ ദുഃഖി എഴുതിക്കോളൂ. ഒരു ഡിവോട്ടിയുടെ ശ്രേഷ്ഠമായ ക്യാരക്ടറാണ്, ഗുണമാണ്, വേണ്ട ക്വാളിറ്റിയാണ്. ഒരു ഡിവോട്ടിക്ക്, ഒരു ഭക്തിന് വേണ്ട ക്വാളിറ്റിയാണ് എന്താണ്? നോട്ട് ചെയ്യൂ. പരദുഃഖ ദുഃഖി. പരദുഃഖ ദുഃഖി, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും അത് നമ്മളുടേതായ ദുഃഖമായി കണ്ടുകൊണ്ട് അതിനെ സഹായിക്കുക. Yes, you should always help others. Yes. Then only God will help you. Yes. അതാണ് ഒരു ഡിവോട്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ക്വാളിറ്റി, വേണ്ടത്, പരദുഃഖ ദുഃഖി. അപ്പൊ ഇതേപോലെ ഇതിന്റെ അർത്ഥം എല്ലാരും മനസ്സിലാക്കേണ്ടത്, ഈ ഭിക്ഷക്കാരൻ വരുമ്പോ മരവട്ടക്കാരൻ ഫുഡ് മൊത്തം ഷെയർ ചെയ്തോണ്ടാ ഇപ്പൊ നല്ല മരം കിട്ടിയത്. ഇല്ലെങ്കിൽ നല്ല മരം കിട്ടുമായിരുന്നോ? ബുദ്ധിമുട്ടേണ്ട വരില്ലേ? അപ്പം ഇതേപോലെ വെരി ഗുഡ് അഭിജിത്ത്, താങ്ക് യു. ഇതേപോലെ നമുക്ക് ഓരോ ആഴ്ചയും ഓരോരുത്തരെ അസൈൻ ചെയ്യാം സ്റ്റോറി പറയാൻ. അടുത്ത ആഴ്ച ആര് സ്റ്റോറി പറയും? റൈസ് ദ ഹാൻഡ്. 7 ദിവസം സമയമുണ്ട്. ഞാൻ പറയാം. ആരാ പറഞ്ഞത്? അഭിനവ്. ആരാ പറഞ്ഞേ? ഓക്കെ, ഋഷികേശ്. ഓക്കെ, ഋഷികേശ് അല്ലേ പറഞ്ഞേ? രാഹുൽ പറഞ്ഞു. ഓക്കെ ഓക്കെ. രാഹുലിനെ വീഡിയോയിൽ കാണുന്നില്ല. നമ്മൾക്ക് രണ്ടുപേർക്കും പറയാം. അവരും പറഞ്ഞിട്ട് ഞാനും പറയാം. നോ പ്രോബ്ലം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നല്ലത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ, അല്ലെങ്കിൽ പാട്ട് പാടണമെന്നുണ്ടോ? എന്താണ്? എനിക്ക് പരിചയമില്ല. ഗാലക്സി J7 ഞാൻ കണ്ടിട്ടുണ്ടോ? എന്റെ കൂട്ടുകാരിയാണ് ശ്രീകല. ഓക്കെ, ശ്രീകല. ഹരേ കൃഷ്ണ. നാട്ടിലാണ്, അബുദാബിയിലായിരുന്നു. നാട്ടിൽ പോയി ക്വാറന്റൈനിലാണ്. വീട്ടില്. ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞോ? കല സംസാരിച്ചോ? മ്യൂട്ടാണ്. കല മ്യൂട്ടാണ്. നീ മ്യൂട്ടാണ്. ഓണെന്ന് പറയുന്ന ദിവസം, അതെ, അതാണ് പറഞ്ഞത്. മഹാബലി വരുന്ന ദിവസമാണ് ഓണം. അതായത് ഓണം എന്ന് പറയുമ്പോൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോർഡ് ആൻഡ് ഡിവോട്ടീസ്, ആൻഡ് വി എൻജോയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ വളരെ എളിമയോടെ ആ ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ള ബന്ധത്തെ സ്മരിക്കുന്നു, നമ്മൾ അതിനെ ആഘോഷിക്കുന്നു. അതാണ് ഓണം എന്ന് പറയുന്നത്. മഹാബലി മാത്രമല്ല, ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത് മഹാബലി മാത്രമല്ല. നമ്മുടെ മീഡിയ, പ്രിന്റ് മീഡിയ, ആദ്യമായി വന്നത് പ്രിന്റ് മീഡിയ. ഒരു കാലത്ത് പ്രിന്റ് തുടങ്ങുമ്പോൾ പ്രിന്റ് ചെയ്യുന്നത് എന്തും വാസ്തവമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കതിനെപ്പറ്റിയൊക്കെ അറിയാം. ആദ്യമായിട്ട് പ്രിന്റ് കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർത്താണ്. അതിന് ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചു. അത് അവിടെ നിൽക്കട്ടെ.
അപ്പൊ ആ പ്രിന്റാണ് പിന്നീട് വരുന്നത്. അത് കുഞ്ഞുനാളിലെ കുട്ടിനാളിൽ ഒരു കുട്ടിക്ക്, അതായത് നനഞ്ഞ സിമന്റിൽ നമ്മൾ കൈകൾ പതിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഇംപ്രഷൻ ഉണ്ടാകുന്നത്, അത് എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് 2ാം ക്ലാസ് ചരിത്രത്തിൽ തന്നെ ഈ ഓണത്തെ തെറ്റിദ്ധരിച്ചൊരു ഹിസ്റ്ററി ആയിട്ട് കൊണ്ടെത്തിച്ചത്. ദ പാർട്ട് ഓഫ് ഹിഡൻ അജണ്ട. അതൊക്കെ പോട്ടെ, ഒരു പ്രിന്റ് മീഡിയ വന്നിരിക്കുന്ന ഹെർമൻ ഗുണ്ടർട്ട്, അദ്ദേഹമാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത്. പോട്ടെ, എ പാർട്ട് ഓഫ് മിഷണറി മൂവ്മെന്റ്, അതെല്ലാം പോകട്ടെ. അപ്പം പറഞ്ഞു വന്നത്, അങ്ങനെ വാമനദേവൻ മഹാബലിയെ അനുഗ്രഹിക്കുകയും വിന്ധ്യാവലി, ആദ്യമായിട്ട് മഹാബലിയുടെ ഭാര്യ വിന്ധ്യാവലി, ഇതൊക്കെ ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അടുത്ത ആഴ്ച നമുക്ക് പറയാം. വിന്ധ്യാവലി ഭഗവാന് സറണ്ടർ ചെയ്തുകൊണ്ട് ഭർത്താവിന് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുകയും, ഇവിടെയാണ് പതിവ്രതയായ ഭാര്യയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സ്വന്തം ഭർത്താവിനൊപ്പം സുഖമാകട്ടെ ദുഃഖമാകട്ടെ കൂടെ നിൽക്കുന്നവളാണ് പതിവ്രതയായ ഭാര്യ എന്ന് പറയുന്നത്. ഭർത്താവിന് വേണ്ടിയിട്ട് ഭഗവാനോട് ക്ഷമ ചോദിക്കുകയും വാമനദേവൻ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് മഹാബലിയുടെ പുത്രി രത്നമാല വരികയും ഭഗവാനെ കാണുകയും ആ വാമനദേവന്റെ സൗന്ദര്യത്തിൽ ശരിയായ രീതിയിൽ ആകൃഷ്ടനാവുകയും ഇതുപോലൊരു കുഞ്ഞിനെ എനിക്ക് ജന്മം നൽകുകയോ അല്ലെങ്കിൽ മുലയൂട്ടുകയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അതും ആ വാമനദേവൻ അനുഗ്രഹിച്ച് കേട്ട് അനുഗ്രഹിച്ചു കൊടുത്ത അടുത്ത ജന്മമാണ് പൂതന. അവിടെയാണ് പൂതന മോക്ഷത്തിന്റെ ശ്രേഷ്ഠത വരുന്നത്. അതുകൊണ്ടാണ് പൂതന മോക്ഷത്തിന്റെ ഗുണം വരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രഭു, ഞാൻ നമ്മുടെ ഇസ്കോളിലുള്ള മറ്റേ ശിവദാസ് പ്രഭു അല്ലേ, മറ്റേ ഇതില് നമ്മൾ ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ ആചാര്യന്മാരുടെ മുന്നിൽ പല രീതിയിൽ വരും. അതായത് ഇപ്പൊ ദാമോദര അഷ്ടകം പറയുമ്പം, ദാമോദരഹാരതി പറയുമ്പം യശോദാമയുടെ തലയിൽ നിന്ന് പൂവ് താഴെ വീഴുമ്പോൾ അതിനെ നമ്മൾ വേറെ രീതിയിൽ ആചാര്യന്മാര് പറയുന്നുണ്ട്. ആ പൂവിന് തോന്നി ഞാൻ ഈ തലയുടെ സ്ഥാനത്തല്ല ഇരിക്കേണ്ടത്, അത് യശോദാമയുടെ പാദങ്ങളിലാണ് ഇരിക്കേണ്ടത്. ഇതൊക്കെ ഭക്തിയുടെ ഒരു തലത്തിലോട്ട് പോകുമ്പോഴുള്ള തോന്നലുകളാണ്. ഭക്തിയുടെ പരമമായ ക്വാളിറ്റിയിലാണ് അത് വരുന്നത്. 3 ജന്മങ്ങൾ ജയവിജയന്മാർക്ക് കൊടുക്കുന്നു. ആ ജയവിജയന്മാര് തികച്ചും ആസുരീകമായ രീതിയിൽ, അത്രയും ആസുരീകമായ രീതിയിൽ വന്നെങ്കിൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. അപ്പം ഭഗവാൻ അവിടെ ചോയ്സ് ചെയ്യുകയാണ്. ഇവിടെ ഭഗവാൻ ചോയ്സ് ചെയ്യുന്നതാണ്, പൂതനയെ ചോയ്സ് ചെയ്യുകയാണ്. കാര്യം പൂതനയ്ക്ക് അങ്ങനെ ഒരു ജന്മം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൂതനയ്ക്ക് ആ ചോയ്സ് കൊടുക്കുകയാണ്. ഇപ്പം കംസന്റെ സന്നിധിയില് അത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അസുരന്മാര് കംസന് കിങ്കരന്മാരായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും അധികം അസുരന്മാരെ എങ്ങനെ കംസന് കിട്ടിയെന്ന് നാരദ മഹർഷിയോട് ബഹുലേശ മഹാരാജാവ് ചോദിക്കുന്നുണ്ട്. ആ ബഹുലേശ മഹാരാജാവ് അതിന് ചരിത്രം പറയും. ഇതുപോലെയാണ് ഇപ്പൊ ഇന്ന ചെറിയ കാര്യങ്ങൾ, ചെറിയ തെറ്റുകളിൽ അവർക്ക് ശാപം കിട്ടിയതാണ്. പിന്നീട് ആ ശാപമോക്ഷം ഭഗവാന്റെ സ്പർശനം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പൂതനയെ ഭഗവാൻ ചോയ്സ് ചെയ്തു. ഇവിടെ പൂതനയെ ഭഗവാൻ ചോയ്സ് ചെയ്തു അസുരി സ്ത്രീയായി പോയപ്പോൾ. അപ്പോൾ കംസൻ എന്തായാലും വിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഭഗവാൻ ചോയ്സ് ചെയ്തത് കംസൻ അറിയുന്നില്ല. അങ്ങനെ കംസന് തോന്നി പൂതനയെ വിടണം എന്നുള്ളത്. അല്ലെങ്കിൽ കംസന് വേറെ ഏതെങ്കിലും അസുരസ്ത്രീയെ വിടാമായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം അവിടെയാണ് പറയുന്നത് മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ കംസൻ ചിന്തിച്ചു, പക്ഷേ അവിടെ കൺട്രോൾ വന്നത് ഭഗവാനിലാണ്. ഭഗവാൻ ചോയ്സ് ചെയ്തു പൂതനയെ വിടാൻ. ഹരകൃഷ്ണ മാതാജി ശരിയാണ് പറഞ്ഞത്. ഭഗവാൻ ചോയ്സ് ചെയ്തു പൂതനയെ വിടാൻ. അങ്ങനെ പൂതനയെ ഭഗവാനാണ് വിട്ടത്. എന്റെ അമ്മയായിട്ട് പൂതനയെ വന്നിട്ട് പൂതനയ്ക്ക് ആ മാതൃസ്ഥാനം കൊടുത്തുകൊണ്ട് മോക്ഷം കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം, ഒരുപാട് സമയമായി. കുട്ടികളെല്ലാം വിശന്നിരിക്കുക. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് കാണാം. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധു പിയേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം
ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര സസ്യ നാമാനി യാനി കർമാപി ഏകം കസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. അപ്പൊ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ദിവസവും എടുക്കണം 10 times. 9, Okay. 8, 4, 3, 2, 1.